ഇത് കുരുവി എന്ന തമിഴ് സിനിമയിലെ ഒരു സീനാണ്. ഇതിൽ വിജയും വിവേകും ഒരു ഹോട്ടലിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ടവല് മാത്രം കൊടുത്തേക്കുന്ന തൃശയെ കണ്ട് വിവേക് വിജയോട് ചോദിക്കുന്നത് ഇതൊരു മലയാളം ബി ഗ്രേഡ് പടത്തിന്റെ ഷൂട്ടിംഗ് ആണോ എന്നാണ്. ഉടനെ വിജയ് പറയുന്നു ഇത് മല്ലു അല്ല മലേഷ്യ ആണെന്ന്. ഒരു കാലത്ത് കേരളത്തിന് പുറത്ത് ബി ഗ്രേഡ് ഏപ്പടം എന്ന രീതിയിലേക്ക് അധപ്പതിച്ച മലയാള സിനിമ ഇന്ന് മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഓഡിയൻസ് തൊട്ട് സെലിബ്രിറ്റീസ് വരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ടോട്ടൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ കളക്ഷനിൽ യൂഷ്വലി 5% പോലും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത നമ്മുടെ ഇൻഡസ്ട്രി പക്ഷെ കഴിഞ്ഞ വർഷം 10% കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതായത് ഇരട്ടി. അതേസമയം തമിഴിന്റെ റവന്യൂ 7% കുറഞ്ഞു. ബോളിവുഡ് ഏകദേശം ഇല്ലാണ്ടായ അവസ്ഥയാണ്. അവരുടെ 1/3 റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഡബ്ഡ് സൗത്ത് ഇന്ത്യൻ മൂവീസാണ്. മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1000 കോടി കളക്ഷൻ ക്രോസ് ചെയ്തു. റവന്യൂവിൽ 100% ഗ്രോത്ത്. തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ആളുകളുടെ എണ്ണം 88% കൂടി. ഇത്ര അച്ചീവ്മെന്റ്സ് നേടി നിൽക്കുന്ന മലയാള ഇൻഡസ്ട്രി തകർന്നടിഞ്ഞു എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ പറഞ്ഞത്. ശരിക്കും മലയാള ഇൻഡസ്ട്രി ഒരു ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? പ്രസ് മീറ്റിൽ അദ്ദേഹം ആദ്യം ഉന്നയിച്ചത് പ്രൊഡ്യൂസർമാർക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെ പറ്റിയാണ്. 700 കോടി രൂപ 650 700 കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇൻഡസ്ട്രി. ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് നീങ്ങിയിരിക്കുക. ഈ പറയുന്ന കേട്ടാത്തൊന്നും മലയാളത്തിലെ പ്രൊഡ്യൂസർമാർക്ക് ഇതുവരെ ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വർഷങ്ങളായിട്ട് ഇവർക്ക് നഷ്ടമാണ്. 2022 300 കോടിയായിരുന്നു നഷ്ടം. 2023 ഇത് 1000 കോടി രൂപയായിരുന്നു. ഇനി മറ്റ് ഇൻഡസ്ട്രീസിന്റെ കേസ് നോക്കിയാൽ 2024 തമിഴിലെ പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടായ നഷ്ടം 1000 കോടിയാണ്. ബോളിവുഡിൽ ഇത് 2000 കോടിയായിരുന്നു. ഇതിന്റെ ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, 2024 മലയാളത്തിൽ 200 സിനിമ ഇറങ്ങിയതിൽ വിജയിച്ചത് വെറും 24 മാത്രമേ ഉള്ളൂ എന്നാണ്. അതായത് സക്സസ് റേറ്റ് വെറും 12%. സിനിമ എന്ന ഇൻഡസ്ട്രി തന്നെ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2024 തമിഴിലെ സക്സസ് റേറ്റ് വെറും 7% മറ്റ് ഇൻഡസ്ട്രീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലയാളത്തിൽ ഇപ്പോഴും സക്സസ് റേറ്റ് കൂടുതലാണ്. ഇനി ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളിൽ നിന്ന് പ്രൊഡ്യൂസർമാർക്ക് കിട്ടിയ ലാഭം നോക്കിയാൽ മുടക്കുമുതൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന്റെ റെമ്യൂണറേഷൻ. വളരെ വലിയൊരു ഭീകരാവസ്ഥയാണ്. ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന് 10 ഇരട്ടിയാണ്. മറ്റ് ഇൻഡസ്ട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ഏറ്റവും കുറച്ച് ഫീസ് വാങ്ങുന്നത് മലയാളത്തിലെ താരങ്ങളാണ്. ഉദാഹരണത്തിന് വിടാമുയർച്ച സിനിമയ്ക്ക് വേണ്ടിയിട്ട് അജിത്ത് മേടിച്ചത് 105 കോടി രൂപയായിരുന്നു. റീസെന്റ് ഇറങ്ങിയ അജയ് ദേവ്ഗന്റെ ശൈത്താൻ സിനിമയുടെ ബഡ്ജറ്റ് 60 കോടി. ഇതിൽ ആക്ടേഴ്സിന്റെ ഫീസ് മാത്രം 45 കോടി. ഹിന്ദിയിലും തമിഴിലൊക്കെ ഒരു സിനിമയുടെ മൊത്തം ബഡ്ജറ്റിന്റെ 60 മുതൽ 80% വരെ ആക്ടേഴ്സിന് ഫീസ് ആയിട്ട് കൊടുക്കുമ്പോൾ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർസ് അഭിനയിക്കുന്ന സിനിമയെ പോലും ഇത് ആവറേജ് 30% ഉള്ളൂ. ഇനി അഥവാ ആക്ടേഴ്സിന്റെ ഫീസ് കൂടുതലാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവർക്ക് പ്രോഫിറ്റ് ഷെയറോ റോയൽറ്റീസോ കൊടുക്കുക. ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർസ് ഉൾപ്പെടെ മിക്ക നടന്മാരും വർക്ക് ചെയ്യുന്നത് ഈ മോഡലിലാണ്. യശ്രാജ് ഫിലിംസിന്റെ പഠാൻ സിനിമയിൽ ഷാറുഖ് ഖാൻ ഫീസ് ഒന്നും മേടിച്ചില്ല. പകരം 60% പ്രോഫിറ്റ് ഷെയർ ആയിരുന്നു ഡീല്. ഇങ്ങനെ നടന്മാർക്ക് പ്രോഫിറ്റ് ഷെയറും റോയൽറ്റി ഒക്കെ കൊടുത്താൽ ഒരു പരിധി വരെ പ്രൊഡ്യൂസർക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രൊഡ്യൂസർമാർ ഇതിനൊന്നും റെഡിയല്ല. ഇനി ആക്ടേഴ്സ് പെട്ടെന്ന് ഫീസ് കൂട്ടുന്നത് ഒഴിവാക്കാൻ മറ്റ് ഇൻഡസ്ട്രീസിൽ പ്രൊഡക്ഷൻ ഹൗസസ് ആക്ടേഴ്സുമായിട്ട് ഒരു സിംഗിൾ മൂവി ഡീലിന് പകരം മൾട്ടിപ്പിൾ മൂവി കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന പോലത്തെ രീതി മലയാളത്തിൽ അഡോപ്റ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഹൊമ്പാലെ ഫിലിംസ് പ്രഭാസുമായിട്ട് സൈൻ ചെയ്ത ഡീല്. അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെന്റും ഈ ഒരു ഇൻഡസ്ട്രിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമിതമായ പ്രതിഫലമാണ് ഇവരിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഫലം കുറയ്ക്കാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. നടന്മാർക്ക് സിനിമയോട് കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, സിനിമയുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് റോളുകൾ കോംപ്രമൈസ് ചെയ്യാനും അൺകൺവെൻഷണൽ ആയിട്ടുള്ള റോളുകൾ ചെയ്യാനും മറ്റ് നടന്മാരുടെ സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കാനും നമ്മുടെ നടന്മാർ റെഡി ആവാറുണ്ട്. പക്ഷേ ഇത് മറ്റ് ഇൻഡസ്ട്രീസിൽ വളരെ റെയറാണ്. ഡ്രൈവിംഗ് ലൈസൻസ് സിനിമ റീമേക്ക് ചെയ്തപ്പോൾ സുരാജിന്റെ റോൾ ചെയ്യാൻ പല ആക്ടർമാരെ അപ്രോച്ച് ചെയ്തെങ്കിലും അവരാരും എഗ്രി ചെയ്തില്ല. അതുപോലെ അയ്യപ്പനും കോശി സിനിമ റീമേക്ക് ചെയ്തപ്പോൾ പവൻ കല്യാണിന്റെ സ്റ്റാർഡത്തിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. താരങ്ങളും ഒക്കെ സിനിമ എടുക്കാണ്. എല്ലാവരും സിനിമ എടുത്താണ് ഈ രീതിയിലേക്ക് ഇൻഡസ്ട്രി എത്തിച്ചത്. താരങ്ങൾ ഇനിയും നിർമ്മാണ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോയാൽ അവരുടെ ചിത്രങ്ങൾ തിയേറ്ററിൽ കളിക്കണ്ട എന്ന് തിയേറ്ററിൽ തീരുമാനിക്കും. ഓൺ പ്രൊഡക്ഷൻ അവർ നിർത്തിവെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ തിയേറ്ററുകാർ അത് പ്രദർശിപ്പിക്കില്ല. തീർന്നില്ലേ? ഈ പ്രസ് മീറ്റിലെ ഏറ്റവും സില്ലിയസ്റ്റ് ആർഗ്യുമെന്റ് ആണിത്. ഏത് ഇൻഡസ്ട്രി എടുത്താലും ടോളിവുഡ് ആയാലും ബോളിവുഡ് ആയാലും ഈവൻ ഹോളിവുഡിൽ പോലും നടന്മാരെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കോമൺ ആണ്. നടന്മാരെ കൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കില്ല, ഇത് പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ ആന്റി കോമ്പറ്റീഷൻ ലോസിനും എന്തിന് കോൺസ്റ്റിറ്റ്യൂഷനും പോലും അഗെയിൻസ്റ്റ് ആണ്. ഇങ്ങനെ നടന്മാരെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാൻ ചെയ്തിരുന്നെങ്കിൽ ലഗാൻ പോലത്തെ പല നല്ല സിനിമകളും നമുക്ക് നഷ്ടപ്പെട്ടേനെ. പ്രൊഡ്യൂസറെ കിട്ടാത്തതുകൊണ്ട് അമീർ ഖാൻ സ്വയം ആ സിനിമ നിർമ്മിക്കുകയും അത് സൂപ്പർ ഹിറ്റ് ആവുകയും ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി ആവുകയും ചെയ്തു. 140 ദിവസമാണ് 150 ദിവസമൊക്കെയാണ് ഒരു പടം ഷൂട്ടിംഗ്.
എല്ലാവർക്കും വലിയ ചിത്രങ്ങൾ മതി. ഇപ്പോഴത്തെ താരങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ വലിയ ചിത്രം, അത് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറുടെ തലയെ കൊണ്ട് വെക്കും, എന്നിട്ട് അവൻ കുത്തുവാള എടുത്തു പോട്ടെ. ഇനി അത് പറ്റൂല. പണ്ട് 3-4 ലൊക്കേഷൻസിലോ സ്റ്റുഡിയോയിലോ എടുത്തിരുന്ന സിനിമ പോലെയാണോ ഇന്നത്തെ ബിഗ് ക്യാൻവാസിൽ എടുക്കുന്ന സിനിമകൾ? സിനിമയുടെ ഗ്ലാമറും അത് എടുക്കുന്ന രീതിയും ടെക്നോളജിയും ലൊക്കേഷൻസും ഒക്കെ മാറുന്നതിനനുസരിച്ച് ഷൂട്ടിംഗ് ഡേയ്സിന്റെ എണ്ണം കൂടും. മറ്റ് ഇൻഡസ്ട്രീസ് പാൻ ഇന്ത്യ സിനിമകൾ എടുക്കുമ്പോൾ ചെറിയ സിനിമകൾ എടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മലയാള ഇൻഡസ്ട്രി ഒതുങ്ങിക്കൂടിയാൽ മതി എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ചില മുന്തിയ ടെക്നീഷ്യൻസ് വായിക്കുന്നതും കോടിക്കണക്കിന് റെമ്യൂണറേഷൻ. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ചില ടെക്നീഷ്യൻസ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ 1-2 കോടി രൂപയാണ് വായിക്കുന്നത്. സിനിമ മാത്രമല്ല, ഏത് ഇൻഡസ്ട്രി എടുത്താലും നല്ലോണം പണി അറിയാവുന്നവന് നല്ല സാലറി കൊടുക്കേണ്ടി വരും. നമ്മുടെ ടെക്നീഷ്യൻസിന് അവർ അർഹിക്കുന്ന സാലറി കൊടുത്തില്ലെങ്കിൽ അവർ മറ്റ് ഇൻഡസ്ട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്യും. ആർട്ട് ഡയറക്ടർ സാബു സിറിലും സിനിമാറ്റോഗ്രാഫേഴ്സായ ജോമോണ്ടി ജോണും സന്തോഷ് ശിവനും ഒക്കെ പുറത്ത് ഇത്രയും ശമ്പളം കിട്ടുമ്പോൾ എന്തിനാണ് ലോവർ സാലറിയിൽ മലയാളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നത്? ഒരു ക്വാളിറ്റി സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ക്വാളിറ്റി ടെക്നീഷ്യൻസ് ആണ്. സാലറിയുടെ പേരിൽ ഈ ടെക്നീഷ്യൻസിൽ കോംപ്രമൈസ് ചെയ്താൽ അത് ഇൻ എഫക്റ്റ് സിനിമയുടെ ക്വാളിറ്റിയും കളക്ഷനും ബാധിക്കും. അഥവാ ടെക്നീഷ്യന്മാർ ചോദിക്കുന്ന സാലറി അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആക്ടേഴ്സിന്റെ കേസിൽ ചെയ്ത പോലെ അവർക്ക് റൈറ്റ്സോ റോയൽറ്റീസോ കൊടുക്കാം. റൈറ്റ്സും റോയൽറ്റീസും വേണമെന്ന് മലയാളി മ്യൂസിക് ഡയറക്ടേഴ്സ് ആവശ്യപ്പെട്ടപ്പോൾ ഇതേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരെ മലയാള സിനിമയിൽ നിന്ന് ബാൻ ചെയ്യുമെന്നാണ് പറയുന്നത്. പോരാത്തതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു രീതിയിലുള്ള സഹകരണവുമില്ല. നമ്മുടെ ടാക്സ് കുറയ്ക്കാനായിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ ഇതുവരെ കുറച്ചിട്ടില്ല. 2 സംസ്ഥാനങ്ങൾ, കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് എന്റർടൈൻമെന്റ് ടാക്സ് ഏർപ്പെടുത്തിയത്. എന്റർടൈൻമെന്റ് ടാക്സിന്റെ പുറത്ത് GST കൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് 30% ഒരു ടാക്സ് വരും. ശരിയാണ്, കേരളത്തിൽ 30% ടാക്സ് ഉണ്ട്. പക്ഷേ ഇത് കുറയ്ക്കാൻ നമുക്ക് ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യാമെന്നല്ലാണ്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ടാക്സ് കൂടുതലുള്ള, സിനിമയെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ജനങ്ങളെ ബാധിക്കുന്ന മറ്റ് പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി പോലും ആരും സമരം ചെയ്യുന്നില്ല. ഗവൺമെന്റ് സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സബ്സിഡീസ് മുതൽ സിനിമയിൽ വിമൻ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വരെ സർക്കാർ പൈസ ചെലവാക്കുന്നുണ്ട്. തെലങ്കാനയിലും തമിഴ്നാട്ടിലുള്ള പോലെ സിനിമ ടിക്കറ്റിന്റെ വില കേരള ഗവൺമെന്റ് നിയന്ത്രിക്കുന്നുമില്ല. ഇനി കേരള ഗവൺമെന്റ് എന്റർടൈൻമെന്റ് ടാക്സ് എടുത്തു കളഞ്ഞാൽ എല്ലാ പ്രശ്നവും സോൾവ് ആവോ? കേരളത്തിലെ എല്ലാ സിനിമയും ഹിറ്റാവോ? ഇല്ല. ഇവിടെ റിസ്ക് കുറയ്ക്കുകയാണ് ഈ പ്രൊഡ്യൂസർമാർ ചെയ്യേണ്ടത്. ഇന്നും ഒരു സിനിമയുടെ മേജർ റവന്യൂ തിയേറ്ററിലെ കളക്ഷനാണ്. ഈ തിയേറ്റർ റവന്യൂ കഴിഞ്ഞാൽ പണ്ട് മേജർ സോഴ്സ് ഓഫ് ഇൻകം സാറ്റലൈറ്റ് റൈറ്റ്സ് ആയിരുന്നു. പിന്നീട് അത് OTT ആയി. OTTയിലെ പൈസ കുറയുന്നു എന്ന് പറയുമ്പോൾ പുതിയ സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തുകയാണ് വേണ്ടത്. നല്ല സിനിമകൾ നിർമ്മിച്ച അതർ ലാംഗ്വേജ് റൈറ്റ്സ് വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ് പ്രേമവും ദൃശ്യവും അയ്യപ്പനും കോശിയും ഒക്കെ. മലയാളത്തിലെ പ്രൊഡ്യൂസർമാർ ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്ത ഒന്നാണ് മെർച്ചൻഡൈസുകൾ. RRR സിനിമ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ മെർച്ചൻഡൈസുകൾ പല സൈറ്റിലും അവൈലബിൾ ആയിരുന്നു. മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ പോലും മെർച്ചൻഡൈസുകൾ ഇറക്കുന്നത് കാണാറില്ല. മറ്റ് പല ഇൻഡസ്ട്രീസും റവന്യൂ കൂട്ടുന്നതിനായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് കണ്ടു പഠിക്കാതെ ഒരു മാറ്റത്തിന് റെഡി ആവാണ്ട് നഷ്ടം സംഭവിച്ചു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. സിനിമയുടെ വരുമാനത്തെ ബാധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. OTTയുടെ വരവും കോവിഡ് പ്രതിസന്ധിയും കാരണം കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ കേരളത്തിലെ 50% തിയേറ്ററുകൾ ക്ലോസ് ചെയ്തു. ഇന്ന് മലയാളത്തിൽ 5-6 സിനിമകൾ ഒരാഴ്ച ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതൊന്നും കളിക്കാൻ ആവശ്യത്തിന് തിയേറ്ററുകളില്ല. പ്രൊഡ്യൂസർമാർ തമ്മിൽ പരസ്പരം ഡിസ്കസ് ചെയ്ത് റിലീസുകളുടെ എണ്ണം കൺട്രോൾ ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സിനിമയെ നമ്മൾ ആർട്ട് എന്നൊക്കെ വിളിക്കെങ്കിലും അൾട്ടിമേറ്റ്ലി ഇതൊരു ബിസിനസ്സാണ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോ എക്സിക്യൂഷനോ ഇല്ലെങ്കിൽ ഇത് വിജയിക്കില്ല. കാലം മാറുന്നതിനനുസരിച്ച് സിനിമയും മാറും. ഈ മാറ്റത്തെ എംബ്രേസ് ചെയ്യുന്ന പുതിയ തീമുകളും റിസ്ക് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് സക്സസ്ഫുൾ ആവും. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് മാർക്കോ. എക്സ്ട്രീംലി വയലൻ്റ് ആയിട്ടുള്ള ഒരു മൂവി എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്താണ് ഈ ചിത്രത്തെ വിജയിപ്പിച്ചത്. സ്വന്തം തെറ്റുകളും ഇൻകോമ്പിറ്റൻസിയും മറച്ചു വെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം കാലത്തിനനുസരിച്ചൊരു മാറ്റമാണ് ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിൽ വരേണ്ടത്. ഇത് മലയാള സിനിമയുടെ ഗോൾഡൻ ഫേസ് ആണ്. ഇന്ന് പല നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഫോറങ്ങളിലും മലയാള സിനിമയും അതിൻ്റെ ക്വാളിറ്റിയും പറ്റി ആളുകൾ ഡിസ്കസ് ചെയ്യുന്നു. മലയാള സിനിമ പാൻ ഇന്ത്യ ലെവലിലേക്ക് ഉയരാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ പെറ്റി ഈഗോ ക്ലാഷസിന്റെ പേരിൽ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ വളർത്തി വലുതാക്കി ദയവ് ചെയ്ത് മലയാള സിനിമയെ നശിപ്പിക്കരുത്.